വേലയിലായിരുന്നു. മർക്കോസ് 4:7. വിത്തുകളിൽ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. According to Mark chapter 4:7, other seed fell among thorns, which grew up and choked the plant, so that they did not bear grain. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും പല ദൗർബല്യങ്ങളും പല പോരായ്മകളും ഒരു നിറഞ്ഞ ജീവിതമാണ്. ഒരുപക്ഷെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒക്കെ സ്വല്പമൊക്കെ നന്മ നിറഞ്ഞ ജീവിതവും ഹൃദയശുദ്ധിയോടും വിശുദ്ധിയോടും കൂടിയൊക്കെ ജീവിക്കാൻ ശ്രമിക്കുകയും അത് കുറച്ചൊക്കെ പ്രാവർത്തികമാകുകയും ചെയ്യുമ്പോൾ മറ്റൊരു ദിനം നമ്മളെ തേടിയെത്തുക അതിൽ നിന്നൊക്കെ വീണു പോകുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും. പക്ഷേ നമുക്ക് ഇഷ്ടമല്ലാത്ത ജീവിതത്തിലൂടെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി, ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി, അങ്ങനെ പല വ്യത്യസ്ത മേഖലകളിലൂടെ മനുഷ്യൻ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. അപ്പോൾ പഴയ നിയമത്തിലും പഴയ കാലഘട്ടങ്ങളിലുള്ള പാപ മേഖലകളിലൂടെയൊക്കെ തന്നെയാണ് ഇന്നും മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ ഉദാത്തമായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്, നസറേയനായ ഈശോ നിനക്ക് വേണ്ടി കുരിശിലേറിയതും മരിച്ചതും ക്രൂശിക്കപ്പെട്ടതുമൊക്കെ നിന്റെ പാപങ്ങൾക്ക് പരിഹാരമാണെന്നുള്ള ആ ഒറ്റ സൊല്യൂഷനിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാം എല്ലാത്തരം പാപങ്ങളും ചെയ്യും, എല്ലാത്തരം വൃത്തികേടുകളും ചെയ്യും. എന്നിട്ട് നമ്മൾ തമ്പുരാനോട് അനുതപിച്ച് പശ്ചാത്തപിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈശോ സ്നേഹം നിറഞ്ഞവരെ, ഞാനും നിങ്ങളും നമ്മളും എല്ലാം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അനവധി പാപ മേഖലയിലൂടെ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ എൻ്റെ ഈ വചനം തന്നെ ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ അതരങ്ങളോ എൻ്റെ ചിന്തകളോ എൻ്റെ മജ്ജയും മാംസവും ഒക്കെ പല പാപമേഖലയിലൂടെ കടന്നു വന്നതിന് ശേഷമായിരിക്കും ഞാനിവ സംസാരിക്കുക. ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഈ വചനത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വചനം പറയുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും തോറും നമ്മളെ മറ്റൊരു തരത്തിൽ, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാപമേഖലയിലൂടെ നടത്തിക്കൊണ്ടേയിരിക്കും. ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്, നീ വ്യഗ്രത നിറഞ്ഞ ഒരു ജീവിതത്തിൽ നിന്നിലൊരു വചനം കിടപ്പുണ്ടെങ്കിൽ ആ വചനം ചില വ്യഗ്രതകളാൽ, ചില മുൾച്ചെടികൾ നിന്റെ മേൽ വളർന്ന്, നിന്റെ പാപ മേഖലകളിൽ വളർന്ന് പന്തലിച്ച് അവയെ ഞെരുക്കി ഇല്ലാതാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ടോ? ഈ ദൈവത്തിന് മുമ്പിൽ അനുദപിച്ച് പശ്ചാത്തപിക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ എൻ്റെ ഈ വചന ശുശ്രൂഷ തന്നെ, ഈ ജീവിതത്തെ യാത്രകൾക്കിടയിലുള്ള ഈ വചന ശുശ്രൂഷ തന്നെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെ അറിഞ്ഞു മനസ്സിലാക്കി അനുദപിച്ച് പശ്ചാത്തപിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ, ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ദൈവം നമ്മളോട് ആവശ്യപ്പെടുക ഇങ്ങനെയുള്ള ജീവിത കാലഘട്ടങ്ങളിലൂടെയൊക്കെയാണ് നമ്മളെ കടന്നു പോകുക. അവയെ തരണം ചെയ്യുവാനും അവയ്ക്ക് മേൽ ആധിപത്യം നേടുവാനും ദൈവവചനത്തിന് ശക്തിയുണ്ട്. അത് നമ്മൾ ഓരോരുത്തരിലേക്കും ഇറങ്ങി വരും. ഇങ്ങനെയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗവും ഇങ്ങനെയുള്ള ചിന്തകളും ദൈവത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ നിറഞ്ഞ് ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് ഒരുപക്ഷെ നമുക്കുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുക, അവയെപ്പറ്റി അനുദപിക്കുവാൻ, കൂടുതൽ അനുദപിക്കുവാൻ, പശ്ചാത്തപിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ തമ്പുരാനോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ, തമ്പുരാന് പ്രിയപ്പെട്ടവരാകുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈശോസ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ കാൽപാദം കഴുകിയ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ പാപഭംഗനമായിരുന്നു അവളുടെ. പക്ഷെ അവൾ ഏറ്റവും കൂടുതൽ ഈശോയുടെ അടുത്തപ്പോൾ, ഏറ്റവും കൂടുതൽ ഈശോയെ അറിഞ്ഞ് ഈശോയെ സ്നേഹിച്ചു. അത്ര പാപിയായിരുന്നിട്ട് പാപിനിയായ ഈശോയുടെ കാൽപാദങ്ങൾ കഴുകിയും ഈശോയെ കൂടുതൽ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈശോ പറഞ്ഞു, മറ്റുള്ളവരെക്കാൾ ഇവളുടെ പാപം ഞാൻ കൂടുതൽ ക്ഷമിച്ചിരിക്കുന്നു. ഈ ഒരു നോയമ്പ് കാലത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളും ഒത്തിരിയേറെ പാപമംഗലമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ഈ വചനങ്ങളൊക്കെ കേട്ട് ഒന്ന് അനുദപിച്ച് പശ്ചാത്തപിച്ച് കർത്താവേ ഹൃദയവിചാരത്തോടുകൂടി തമ്പുരാന്റെ മുന്നിലായിരിക്കുവാനും അനുദപിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ശ്രമിക്കുമ്പോൾ ഈശോ ഇന്ന് നമ്മോട് പറഞ്ഞു തരുന്നു, പാപിനിയായ സ്ത്രീയെ പോലെ നീയും
കൂടുതൽ എന്തുമാത്രം അനുഭവിക്കുന്നു, എന്തുമാത്രം പശ്ചാത്തപിക്കുന്നു, അതിനനുസരിച്ച് എനിക്ക് നീ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. ഈശോ എന്ന് പറഞ്ഞു തരികയാണ്, ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. ഇതാണോ നമ്മുടെ ജീവിതത്തെ, ഇങ്ങനെയുള്ള ലൗകിക വ്യഗ്രതകളാണോ നമ്മുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവയൊന്ന് അറിഞ്ഞിട്ട് കർത്താവിൻ്റെ മുന്നിൽ ഒന്ന് അനുദപിക്കുവാനും പശ്ചാത്തപിക്കുവാനും ഈ നോയമ്പ് കാലത്ത് ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈശോയ്ക്ക് നമ്മളോട് കൂടുതൽ സ്നേഹം ഉണ്ടായെന്ന് വരാം. ഈശോ സ്നേഹം നിറഞ്ഞവരെ വചനത്തെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് അനുദപിച്ച് പശ്ചാത്തപിച്ച് തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാം. ആമേൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വം മുൻപിലാണ്